മണ്ണും മനസ്സും തൊട്ടേ നാടിൻ സർഗപ്രതിഭകൾ സൗഹൃദത്തണലിൽ അല്പം ഇളവേൽക്കുകയാണിതാ. അക്ഷരം തൊട്ട സൗഹൃദം മധുരം ഹൃദ്യസുന്ദരം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. നമസ്കാരം. കാവ്യസൗഹൃദത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കയ്യൂരിന്റെ കഥ പറഞ്ഞ കഥാകാരന്റെ പേരുള്ള ഒരു കവയത്രിയുണ്ട് നമുക്ക്. പേര് നിരഞ്ജന. കാവ്യസൗഹൃദത്തിൽ ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് നിരഞ്ജന എന്ന യുവ കവയത്രിയാണ്. തേജസ്വിനി പുഴയുടെ കരയിൽ നല്ല കവിതകൾക്കായി ഉണർന്നു കഴിഞ്ഞ ഒരു പെൺമനസ്സുണ്ട്. പേര് നിരഞ്ജന ആർ.കെ. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി. ഗൾഫ് കൊണൈസറും ഫോട്ടോഗ്രാഫറുമായ രാജൻ കാരിമൂലയുടെയും കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ വിധുബാലയുടെയും മൂത്ത മകൾ. കിനാനൂർ GLP സ്കൂൾ, രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും LP ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഈ മിടുക്കി വളരെ ചെറുപ്പത്തിലെ കാവ്യരചനയുടെ വഴികളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ആദ്യ സമാഹാരമായ മഴക്കിനാവ് അതിന്റെ സാക്ഷ്യപത്രം.
കാവ്യ സൗഹൃദത്തിലേക്ക് നിരഞ്ജനയ്ക്ക് സ്വാഗതം. നിരഞ്ജന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കവിതകൾ എഴുതി, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി. കവിതയുടെ വഴികളിലേക്ക് വരാനിടയായ ആ സാഹചര്യം ചെറുപ്പത്തിലെ വീടുകളിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അത് പത്രങ്ങളിലൂടെ പിന്നെ മറ്റു വായനകളിലേക്ക് എത്തി. പിന്നെ അന്ന് ചെറിയ ചെറിയ കവിതകൾ എഴുതുമായിരുന്നു. പക്ഷെ അതൊന്നും കവിത എന്നതിനെ വിശേഷിപ്പിക്കാമോ എന്ന് എനിക്കറിയില്ല. കാരണം പരിമിതമായ വാക്കുകൾ മാത്രമേ അന്നെൻ്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് എന്തൊക്കെയോ എഴുതി അത് അച്ഛനെയും അമ്മയും കാണിച്ചു. അവർ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു തുടക്കം. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ആരാണ് ഈ ഇതിന് കൂടുതൽ പ്രചോദനം നൽകിയത്? കൂടുതൽ അമ്മയായിരുന്നു തന്നെ പറയാം. കാരണം അമ്മ ഒരു അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിലാണ്. അമ്മയും നല്ല വായനക്കാരിയാണ്, അച്ഛനും നല്ലൊരു വായനക്കാരനാണ്. അച്ഛനും അമ്മയാണ് വീട്ടിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതും വായിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ. ചെറുപ്പത്തിലെ ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ കവിത എഴുതിയത്? ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എഴുതി തുടങ്ങിയത്. അന്ന് ചെറിയ പൂമ്പാറ്റകളെ കുറിച്ചും ചെടികളെ കുറിച്ചും ഒക്കെ ആയിരുന്നു എഴുതി തുടങ്ങിയിരുന്നത്. പുതിയ പാഠ്യപദ്ധതി ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. പഴയ രീതിയിലല്ലോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ എന്തൊക്കെയോ ക്രിയേറ്റീവായ വർക്കുകൾ ചെയ്യാൻ അധ്യാപകർ. എവിടെയായിരുന്നു LP വിദ്യാഭ്യാസം? കിനാനൂർ GLP സ്കൂൾ. അവിടുത്തെ അധ്യാപകരിൽ ആരെങ്കിലും അന്ന്? അവിടുത്തെ അധ്യാപകരോട് സത്യം അവര് തിരിച്ചറിഞ്ഞ് ആ പ്രായത്തിൽ 4ാം ക്ലാസ് തൊട്ടാണ് എഴുതി തുടങ്ങിയത്. അപ്പം അന്ന് അധ്യാപകരെ കാണിക്കാനുള്ള ഒരു മടി ആയിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പിന്നീട് അവിടുന്ന് വന്നപ്പോഴാണ് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അവര് പോലും തിരിച്ചറിഞ്ഞ ശേഷമാണ്. ശരിക്കും പിന്നെ LP വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. അത് അത്ര ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. യുവജനോത്സവങ്ങളിലാണെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വിദ്യാരംഗത്തിന്റെ സാഹിത്യരചനാ മത്സരങ്ങളിലൊക്കെ അന്ന് പങ്കെടുക്കാമായിരുന്നു. പക്ഷെ അവിടെയൊന്നും അത്ര ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയില്ല. UP വിദ്യാഭ്യാസം അവിടെ തന്നെയായിരുന്നു? അല്ലല്ല, ഞാൻ 5ാം ക്ലാസ് തൊട്ട് രാജാസിൽ വന്നു. അത് മുതൽ 5ാം ക്ലാസ് തൊട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലേഖനം എഴുതാൻ ആവശ്യപ്പെട്ടു ടീച്ചർ ഞങ്ങളോട്. ക്ലാസ്സിലെ കുട്ടികളോട് ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അന്നൊരു ലേഖനം എഴുതുകയും അത് ടീച്ചറെ കാണിക്കുകയും ചെയ്തു. ബിന്ദു ടീച്ചർ എന്നാണ് ടീച്ചറുടെ പേര്. ഒരു സംസ്കൃതം അധ്യാപികയായിരുന്നു ടീച്ചർ. അപ്പോൾ ടീച്ചർ ലേഖനം ക്ലാസ്സിൽ വായിച്ചപ്പോൾ ടീച്ചർ നന്നായിട്ട് നിന്ന് പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ടീച്ചറാണ് യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കണമെന്ന് എന്നോട് പറഞ്ഞതും ടീച്ചറായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു വർഷം പിന്നീട് അങ്ങ് പോയില്ല. പക്ഷെ പിന്നീട് ലേഖനത്തിൽ നിന്നും കഥയിലേക്ക് കടക്കുകയും കഥയിൽ നിന്ന് പിന്നീട് 8ാം ക്ലാസ് മുതലാണ് കവിതകൾ എഴുതാൻ തുടങ്ങുന്നത്. ആദ്യം ലേഖനങ്ങളായിരുന്നു. പിന്നെ കഥകൾ എഴുതി. ഇല്ല, കഥകൾ വളരെ കുറച്ച് മാത്രമേ എഴുതിയിരുന്നുള്ളൂ. ആദ്യമായിട്ട് ഞാൻ കഥ എഴുതുന്നത് തന്നെ ഒരു മത്സരത്തിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബാലസംഘം സംസ്ഥാന തലത്തിൽ ഒരു കഥാമത്സരം നടത്തി. പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊരു കഥയായിരുന്നു അന്ന് അവര് പത്രത്തിൽ കൊടുത്തിരുന്നത് മത്സരത്തിന്. അന്ന് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ലേഖനത്തിലും 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് സമ്മാനം കിട്ടിയ ഒരു വിദ്യാർത്ഥി ഞാനായിരുന്നു. മാത്രമല്ല അവിടെ മൊത്തത്തിൽ സമ്മാനം കിട്ടിയതിൽ 2 സമ്മാനം കിട്ടിയ ഒരേ ഒരാളും ഞാനായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ശ്രദ്ധിക്കപ്പെട്ടു. സമ്മാനം കിട്ടി. അത് വലിയൊരു വഴിത്തിരിവായി. പിന്നെ അങ്ങോട്ട് വിദ്യാലയത്തിൽ നടക്കുന്ന എല്ലാ രചനാ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. അതിലൊക്കെ സമ്മാനം ജില്ലാ തലത്തിലൊക്കെ മത്സരിക്കും. അവസാന പരീക്ഷ. പൂ നിലവിളിക്കുന്നു, മീൻ ഒരു പാചക വിചാരം, സ്ലേറ്റ്, ഇര, രക്തസാക്ഷി, ഹൃദയം അടുപ്പുകല്ലുകളാവുമ്പോൾ, മോർച്ചറി തുടങ്ങിയ നിരഞ്ജനിയുടെ രചനകൾ ഇതിനോടകം തന്നെ കാവ്യവഴികളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ബാലസംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ കഥാരചന, ഉപന്യാസരചന എന്നിവയിൽ 2ാം സ്ഥാനം. NC ശേഖർ പുരസ്കാര സമർപ്പണത്തോടനുബന്ധിച്ച് നടത്തിയ സംസ്ഥാനതല കവിതാരചനയിൽ 1ാം സ്ഥാനം. അങ്കണം പുരസ്കാരം 2 തവണ. 2012, 2013 വിദ്യാരംഗം സംസ്ഥാനതല കവിതാരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം. വെള്ളാരങ്കല്ല്.com എന്ന വിദ്യാഭ്യാസ വെബ്സൈറ്റ് നടത്തിയ സംസ്ഥാനതല കവിതാരചനയിൽ 2ാം സ്ഥാനം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സംസ്ഥാനതല കവിതാരചനയിൽ 2ാം സ്ഥാനം.
CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ 2ാം സ്ഥാനം. തുളുനാട് രാഷ്ട്രകവി ഗോവിന്ദപ്പൈ സ്മാരക കവിത അവാർഡ്. TK ശങ്കരക്കുറുപ്പ് ഫൗണ്ടേഷൻ നടത്തിയ സംസ്ഥാനതല കവിതാരചനയിൽ 1ാം സ്ഥാനം. സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ കലോത്സവങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ. നീലേശ്വരം റോട്ടറി ക്ലബിന്റെ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉപഹാരം. ഇങ്ങനെ പോകുന്നു ഈ യുവ കവയത്രിയെ ഇതിനകം തേടിയെത്തിയ പുരസ്കാരങ്ങളുടെ നീണ്ട നിര. നാട് എങ്ങനെയായിരുന്നു പ്രചോദനം ഈ പ്രവർത്തനങ്ങൾക്ക്? ഒരുപാട് അംഗീകാരങ്ങൾ, ഒരുപാട് പുരസ്കാരങ്ങൾ, ഒരുപാട് സ്നേഹോപഹാരങ്ങൾ നാട്ടിലെ സാംസ്കാരിക സംഘടനകളും യുവജന സംഘടനകളും ബാലസംഘം പോലുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അത് എഴുത്തിന്റെ വഴികളിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ അവരുടെ പ്രചോദനം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരുപാട് പ്രചോദനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ചെറിയ പ്രായത്തിൽ പഠിക്കുമ്പോൾ ഒരുപാട് ചെറിയ കഥകളും കവിതകളും ഒക്കെ ചില വാരാന്ത്യ മാധ്യമങ്ങളിലും മറ്റു പുസ്തകങ്ങളിലുമൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പം അത് മറ്റുള്ളവരെ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും അപ്പോൾ അങ്ങനെയാണ് അവർ തിരിച്ചറിയുന്നത് ഇങ്ങനൊരു കുട്ടി നമ്മുടെ നാട്ടിലുണ്ടെന്ന് അവരങ്ങനെ തിരിച്ചറിയുകയും പിന്നീട് അവരൊരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഏതൊരു നമുക്ക് സമ്മാനം കിട്ടുമ്പോഴും ഇപ്പൊ ബാലസഭ, ബാലസംഘം പോലുള്ള അവര് ഉപഹാരം നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് അംഗീകാരങ്ങൾ ഇനിയും കാത്തിരിക്കുന്നുണ്ട്. അപ്പം കിട്ടിയ പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എപ്പോഴും ഒരു വളരെയേറെ നമ്മൾ ഇതുവരെ ചെറിയ പ്രായത്തിൽ 10-16 വയസ്സിനിടയിൽ കിട്ടിയ അംഗീകാരത്തിൽ ഏറ്റവും മൂല്യവത്തായിട്ട് കാണുന്ന ഏത് അംഗീകാരത്തെയാണ്? എനിക്ക് കിട്ടിയ എല്ലാം മൂല്യവത്ത് തന്നെയാണ്. കാരണം എല്ലാം എനിക്ക് ഒരുപക്ഷെ എന്റെ കൂട്ടുകാർ എനിക്ക് നൽകിയ ഒരു ചെറിയ സമ്മാനം പോലും തീർച്ചയായിട്ടും എനിക്ക് വളരെ മൂല്യമുള്ളതാണ്. എങ്കിലും എനിക്കിപ്പോ അങ്കണം നൽകിയൊരു പുരസ്കാരമാണ്. പക്ഷെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരന്ന് നടത്തിയത് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ നടത്തിയത്, രചനാ മത്സരം നടത്തിയത്. പക്ഷെ അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. അവര് +2 കഴിഞ്ഞുള്ളവർക്ക് വേണ്ടിയാണ് ആ രചനാ മത്സരം നടത്തിയത്. അന്ന് ഞാൻ ഒരു താല്പര്യത്തിന് പുറത്ത് ഞാൻ ഒരു കവിത അവർക്ക് അയച്ചു കൊടുത്തു. അന്ന് അവരെന്നോട് പറഞ്ഞത് 684ഓളം എൻട്രികൾ ഉണ്ടായിരുന്നു മത്സരങ്ങൾക്ക് കവിതകളാണ് വരുന്നത്. 684 രചനകൾ ഉണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞത്. പക്ഷെ അവരൊരു സ്കൂൾ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടല്ല മത്സരം നടത്തിയത് എങ്കിൽ പോലും അവരെന്റെ കവിത വായിക്കുകയും പിന്നീട് അവരെന്നെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രത്യേകം ഒരു ഉപഹാരം നൽകുകയൊക്കെ ചെയ്തു. അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ സമയത്ത് അവർ കൃത്യമായിട്ട് ഇത് ഇന്ന രീതിയിലുള്ള മത്സരമാണെന്നും ഈ മത്സരത്തിൽ ഇത്രയും കവിതകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കവിത ഇത്രയും ശ്രദ്ധേയപ്പെട്ട കവിതയാണെന്ന് അറിയിക്കുക തന്നെ ഒരു വലിയ അംഗീകാരം. പിന്നീട് അവർ ഈ സമ്മാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്നെ ക്ഷണിക്കുകയും എനിക്ക് ഉപഹാരം നൽകുകയും. എവിടെ വെച്ചായിരുന്നു അതിന്റെ ആ പുരസ്കാര വിതരണം കുട്ടമത്ത് വെച്ചിട്ടായിരുന്നു നടന്നത്. കാരണം അന്ന് സമ്മാനം കിട്ടിയതിൽ ഒട്ടുമിക്ക പേരും നമ്മുടെ കാസർഗോഡ് നിന്നുള്ളവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡേക്ക് വരികയും കാസർഗോഡ് നിന്ന് അവർ പുരസ്കാര വിതരണം നടത്തുകയും മുല്ലനേഴി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ കവികളിൽ കാസർഗോഡ് ജില്ലക്ക് പുറത്തും കാസർഗോഡ് ജില്ലക്ക് അകത്തും ഒരുപാട് കവികളുണ്ട്. ആ കവികളിൽ നിന്നുള്ള സപ്പോർട്ടോ പ്രചോദനം ഒരുപാട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അങ്കണത്തിന്റെ പുരസ്കാരം അവിടെ ഏറ്റുവാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് എന്റെ പേര് ആദ്യമായിട്ടാണ് അവർക്ക് കേൾക്കുന്നത്. അവർക്ക് എന്റെ അടുത്ത് വന്ന് അവര് ഒരുപാട് നേരം സംസാരിക്കുകയും പിന്നീട് അവരുടെ കവിത അവതരിപ്പിക്കാൻ വേണ്ടി കവിതാ സമാഹാരം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് തരികയും ഒക്കെ ചെയ്തു. ഇപ്പോഴും ബൈജു ആവള എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, കൈതോല എന്ന് പറഞ്ഞൊരു പുസ്തകം, കവിതാ സമാഹാരം അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എനിക്ക് പുസ്തകം തരികയും വായിക്കണമെന്ന് പറയുകയും ഒരുപാട് കവിത നന്നായിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വളരെ പ്രശസ്തരായ ഒരുപാട് കവികൾ പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഷാജുമാനെ പോലുള്ള കഥാകൃത്തുകൾ അടുത്ത് തന്നെയുണ്ട്. അതുപോലെ വിനേന്ദ്ര മാഷ പോലുള്ള കവികളുണ്ട്. പിന്നെ ഒരുപാട് കവികൾ വേറെയുണ്ട്. ബിജു കാനങ്ങാട്. ഇവരൊക്കെ
പരിചയപ്പെട്ടിട്ടുണ്ടോ ഇവരെയൊക്കെ? തീർച്ചയായിട്ടും ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. കവിയരങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവര് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കവിതകളൊക്കെ വായിക്കാൻ അവർക്കൊരു താല്പര്യമാണ്. തീർച്ചയായിട്ടും സുരേന്ദ്രൻ കാടംകൂടൊക്കെ വായിച്ചിട്ടുണ്ട്. അവരെ നല്ല പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അവരിൽ നിന്നൊക്കെയുള്ള. രാജാസ്, വീണ്ടും നമുക്ക് രാജാസിലേക്ക് തന്നെ പോകാം. 5ാം ക്ലാസ് മുതൽ അല്ലെ? 5ാം ക്ലാസ് മുതൽ 12 വരെ അല്ല 11ാം ക്ലാസ് വരെ, അതെ 10ാം ക്ലാസ് വരെ രാജാസ് തന്നെയാണ് അല്ലെ? ഹയർ സെക്കൻഡറി രാജാസ് തന്നെയാണ്. അത് ശരി. അപ്പൊ 11ാം ക്ലാസ് ഇനിയിപ്പം +2 വരെ അവിടെ തന്നെയാണ്. അപ്പോ രാജാസിന്റെ അങ്കണവും രാജാസിലെ അധ്യാപകരും മലയാള അധ്യാപകരും, പ്രത്യേകിച്ച് നമ്മൾ UP ക്ലാസ് വിട്ട് ഹൈസ്കൂളിൽ എത്തുമ്പോൾ മലയാള അധ്യാപകര് ഒരു നിർണായക ഘടകമായി. അവിടെ ഇപ്പം തന്നെ നമ്മുടെ വിഷ്ണു മാഷുണ്ട്, വിജയ മാഷുണ്ട്, അങ്ങനെ ഒരുപാട് സർഗാത്മകമായിട്ട് ഒരുപാട് കഴിവുള്ള അധ്യാപകർ തന്നെയുണ്ട് മലയാളത്തിന്. അവരുടെയൊക്കെ പിന്തുണയും പ്രചോദനവും ഒക്കെ എങ്ങനെയായിരുന്നു? അവരൊരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. കാരണം അവർ വിജയ മാഷ്, വിഷ്ണു മാഷ്, വാസുദേവൻ സാറ്, അതുപോലെ ഇപ്പോഴും എന്റെ ക്ലാസ് അധ്യാപകനായിരിക്കുന്ന ഷാജി സാറ്, രൂപേഷ് മാഷ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് അധ്യാപകരുണ്ട്. കവിതയെ സ്നേഹിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരുപാട് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് അധ്യാപകർ അവിടെയുണ്ട്. അവരൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് പുസ്തകങ്ങൾ, അവർക്ക് ലഭിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി വായിക്കാൻ തരികയും നമ്മുടെ കവിതകളെ വായിച്ചിട്ട് നല്ല അഭിപ്രായം പറയുകയും അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു കരുത്താണ് അവർ നൽകുന്നത്. കണ്ണൂർ, വയനാട്, മലപ്പുറം, തിരുവനന്തപുരം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ നടന്ന സാഹിത്യ ക്യാമ്പുകളിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച അറിവും അനുഭവവും എഴുത്തിന്റെ വഴികളിൽ ഈ കൊച്ചുമിടുക്കിക്ക് കരുത്തു പകരുന്നു. ഇതോടൊപ്പം 8 വർഷത്തോളമായി നൂപുരധ്വനി രാജു മാസ്റ്ററുടെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിക്കുന്നുണ്ട് നിരഞ്ജന. സ്കൂൾ, സബ് ജില്ലാ, ജില്ലാതലങ്ങളിൽ നൃത്തവേദികളിലും ഈ പ്രതിഭ തന്റെ സാന്നിധ്യം അറിയിക്കുകയും സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു. മലയാളത്തിലെ പ്രശസ്തരായ പല കവികളുമായും സാഹിത്യകാരന്മാരുമായും എഴുത്തിലൂടെയും സാഹിത്യ ക്യാമ്പുകളിലൂടെയും സൗഹൃദം സ്ഥാപിച്ച നിരഞ്ജനയ്ക്ക് കുരിപ്പുഴ ശ്രീകുമാറും അക്കിത്തവും ONV കുറുപ്പും സുഗതകുമാരി ടീച്ചറും നൽകിയ പ്രചോദനം ചെറുതല്ല. ഈ നാട് ചായോ തേജസ്വിനിയുടെ കരയാണ്, അപ്പുറം കയ്യൂരാണ്, ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ഇവിടെയാണ് കുട്ടിക്കാലം മുതലേ. ഈ നാട് ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ് ഒരു എഴുത്തുകാരൻ, ഒരു കലാകാരൻ, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എങ്ങനെയായിരുന്നു നിരഞ്ജനക്ക്? ഒരു പേര് തന്നെ അതിന്റെ ഒരു സ്മാരകമാണ് അല്ലെ? നിരഞ്ജന എന്നുള്ള പേര് തന്നെ നമുക്കറിയാം. ചിരസ്മരണ എഴുതിയ ആ കർണാടക എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പേരും അത് ഈ നമ്മുടെ നദിക്ക് അദ്ദേഹം ഇട്ട തേജസ്വിനി എന്ന പേരും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എങ്ങനെയായിരുന്നു ഈ ചരിത്ര സ്മൃതികളും ഈ നാടും ഈ പുഴയും കയ്യൂരും ഒക്കെ നിരഞ്ജനയെ സ്വാധീനിച്ചത്? ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്ക് നമുക്ക് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെ നിരഞ്ജന എന്ന എഴുത്തുകാരൻ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അത് ഞാൻ അറിയുന്നത് വിജയം മാഷിൽ നിന്നായിരുന്നു. ഒരുപാട് പേരിൽ സാമ്യതയുണ്ട് ഞങ്ങൾ തമ്മിൽ. അദ്ദേഹത്തെ കുറിച്ച് കേട്ടപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചിരസ്മരണ എന്ന പുസ്തകം വായിക്കുകയും കയ്യൂർ സമരത്തെ ചിരസ്മരണ ഞാൻ വായിച്ചത് 8ാം തരത്തിൽ പഠിക്കുമ്പോഴാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞു. ചിരസ്മരണ എന്ന പുസ്തകം ഞാൻ വായിക്കും. അപ്പോൾ കയ്യൂർ സമരത്തെ കുറിച്ച് അദ്ദേഹം വളരെ മനോഹരമായിട്ട് വിവരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം കവിതകൾ പറഞ്ഞാൽ കവിതകൾ എന്തായാലും ഒരു കവിയെ ഏറ്റവും അധികം ആകർഷിക്കുന്ന കവിതകളായിരിക്കും. മലയാളത്തിൽ ഒരുപാട് സമ്പന്നമായ ഒരു കാവ്യ പൈതൃകവും പാരമ്പര്യവും ഉണ്ട് നമുക്ക്. കുരിപ്പുഴ ശ്രീകുമാറിന്റെ കവിതകൾ വളരെയധികം ഇഷ്ടമാണ്. സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? കുരിപ്പുഴ സാറിന് ഒരുപാട് കാസർഗോഡ് വരാറുണ്ട് അല്ലെ? ഒരുപാട് കവിയരങ്ങളിലൊക്കെ. തിരുവനന്തപുരംകാരനാണെങ്കിലും ഒരുപക്ഷെ കാസർഗോഡുകാരനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കവിയാണ്. തീർച്ചയായിട്ടും. തൃശ്ശൂർ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടമത്ത് അങ്കണത്തിന്റെ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം വരികയും കവിത അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. പിന്നീട് പല വേദികളിലും വെച്ച് വിളിക്കാറുണ്ടോ? ഇല്ല, വിളിക്കാറില്ല. പക്ഷെ
കാണുമ്പോൾ പിന്തുണയാണ്. നല്ല അദ്ദേഹം സാധാരണ എഴുത്തിലൂടെയൊക്കെ നമ്മുടെ ഒരുപാട് യുവകവികൾക്ക് വലിയ പ്രചോദനമാണ്. സ്ഥിരമായിട്ട് എഴുതാറുണ്ടെങ്കിൽ എഴുതുകയും മറുപടി അയക്കുകയും അതുപോലെ തന്നെ ഇപ്പൊ കത്തെഴുതാൻ എല്ലാവർക്കും മടിയാണ്. ഫോണിലൂടെയൊക്കെ ബന്ധപ്പെടുന്ന നല്ലൊരു പ്രചോദനം നൽകുന്ന എഴുത്തുകാരനാണ്, നമുക്ക് പരിചയമുള്ള ആളാണ്. പിന്നെ മറ്റാരെങ്കിലും കവികൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നവരിൽ ശ്രീജേഷ് അരിയല്ലൂർ എന്ന എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ സൈക്കിൾ ചവിട്ടുന്ന പെൺകുട്ടി, ആ സമാഹാരം ഭയങ്കര. മോഹനകൃഷ്ണൻ കാലടിയുടെ കവിതയൊക്കെ പഠിച്ചില്ലേ? പാലൈസ് എന്ന് പറഞ്ഞ കവിത വളരെ ഇഷ്ടം. തീർച്ചയായിട്ടും പവിത്രൻ തീക്കുനിയുടെ കവിത ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മത്സരവേദിയിൽ വെച്ച് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിധി എന്ന കവിത വളരെ ഇഷ്ടപ്പെട്ട കവിതയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും പോയ തലമുറയിൽ അല്ലെങ്കിൽ നമ്മളിപ്പം വളരെ പൂർവികരായി നിൽക്കുന്ന നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് നിറകെ നിൽക്കുന്ന സുഗതകുമാരി ടീച്ചർ, അവരൊക്കെ ക്യാമ്പുകൾ, ഞാൻ സാഹിത്യ ക്യാമ്പുകളിൽ പങ്കെടുക്കാറുണ്ട്. തിരുവനന്തപുരം, വയനാട്, മലപ്പുറം ഇത്തരം ഒരുപാട് സാഹിത്യ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇവർ വരികയും നമ്മുടെ കവിതകളൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും മലപ്പുറത്ത് സംഘടിപ്പിച്ച NV കൃഷ്ണവാര്യർ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. അന്ന് കേരള സംസ്ഥാനത്ത് നിന്ന് 15 വിദ്യാർത്ഥികളാണ് ആ ക്യാമ്പിൽ പങ്കെടുത്തത്. മലപ്പുറം ആ ക്യാമ്പ് നടത്തിയിരുന്നത് അക്കിത്തം ആയിരുന്നു. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയായിരുന്നു. മലയാളത്തിന്റെ മഹാകവിയായ അക്കിത്തം, ഇപ്പോഴുള്ള ഏറ്റവും പ്രായം ചെന്നൊരു കവിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും വൈനി സാറിനെ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ട് തീർച്ചയായിട്ടും സുഗതകുമാരി ടീച്ചറെയും തിരുവനന്തപുരത്ത് ചേർന്ന ഒരു ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കരിവള്ളൂർ മുരളി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ NC ശേഖർ പുരസ്കാരം സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് നടത്തിയ അദ്ദേഹമായിരുന്നു. അന്ന് അദ്ദേഹം കവിതയെ കുറിച്ച് നല്ല അഭിപ്രായം പങ്കുവെച്ചു. ഇപ്പോൾ എഴുതുമ്പോൾ കവിത മാത്രമേ എഴുതാറുള്ളൂ, പിന്നീട് കഥയിലേക്കോ ലേഖനങ്ങളിലേക്കോ തിരിച്ചു പോയിട്ടുണ്ടോ? ഇല്ല, പിന്നീട് പോയിട്ടില്ല. കവിതയെ മാത്രം പ്രണയിച്ചു. കവിത അത് നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരുപാട് മേഖലകളിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാനും അത് ഒന്നിലും ശ്രദ്ധയില്ലാതെ പോവുകയും ചെയ്യും. +2 സെക്കൻഡ് ലാംഗ്വേജ് മലയാളം തന്നെയാണ്. ചിലപ്പോൾ പല കുട്ടികളും അങ്ങനെ എടുക്കാറില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹൈസ്കൂൾ മാർക്കിന്റെ പക്ഷെ കവിതയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കാം അതേതായാലും. വായന എങ്ങനെയാണ്? വായന ചെറുപ്പം തൊട്ടേ വായനയുണ്ട്. വീട്ടിൽ തന്നെ ചെറിയൊരു ലൈബ്രറി ഉള്ളത് കൊണ്ട് കണ്ടു. പുസ്തകങ്ങളൊക്കെ മോള് വാങ്ങിച്ചു തന്നെയാണോ അല്ല മുമ്പേ അച്ഛനും അമ്മയും ഒക്കെ വാങ്ങിച്ചതാണ്. പിന്നെ കൂട്ടുകാരെ സമ്മാനിക്കും പുസ്തകങ്ങൾ. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ കൂട്ടുകാർ ഒരുപാട് പുസ്തകങ്ങൾ സമ്മാനിക്കും, അധ്യാപകർ ഒരുപാട് പുസ്തകങ്ങൾ തരും. വായനയിൽ ഏറ്റവും താല്പര്യം, ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാരൻ MTയുടെ നാലുകെട്ട് പറയുന്ന പുസ്തകം ഒരുപാട് സ്വാധീനിച്ചിരുന്ന പുസ്തകമാണ്. MTയുടെ ഭാഷ വളരെ വ്യത്യസ്തമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുരീപ്പുഴ ശ്രീകുമാറിന്റെ വളരെ താല്പര്യം തോന്നിയ ഒരു കവിതകളാണ്. കാവ്യഭാഷയിൽ കുരീപ്പുഴയാണ് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ MT അതുപോലെ മറ്റ് നോവലിസ്റ്റുകൾ M മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഒരുപാട്. പിന്നെ നമ്മുടെ പുതിയ എഴുത്തുകാരില് സുസ്മേഷ് ചന്ദ്രോത്തിന്റെ വായിച്ചിട്ടുണ്ട്. നല്ല ഭാഷയാണ്, നല്ല ശൈലിയാണ്, നല്ല കഥകളാണ് അദ്ദേഹത്തിന്റെ. പിന്നെ നമ്മുടെ പെണ്ണെഴുത്തുകാരുണ്ടല്ലോ, സ്ത്രീ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ ഷറഫുന്നിസ എന്ന എഴുത്തുകാരി ഇഷ്ടമാണ്. മാധവിക്കുട്ടി ഒരുപാട് ഇഷ്ടമാണ്. മാധവിക്കുട്ടിന്റെ സമ്പൂർണ്ണ കൃതികൾ വായിച്ചിട്ടുണ്ട്. വായന ഇഷ്ടവിനോദമായി കാണുന്ന നിരഞ്ജനയ്ക്ക് സ്വന്തമായി നല്ലൊരു പുസ്തക ശേഖരമുണ്ട്. അച്ഛനും അമ്മയുമാണ് ബാല്യം മുതലേ പുസ്തകങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് തന്നെ നയിച്ചതെന്ന് നിരഞ്ജന ഓർക്കുന്നു. ഈ പരന്ന വായനയും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ നിറസാന്നിധ്യമായിരിക്കുമ്പോഴും കവിതയെ പ്രണയിച്ച അമ്മ വിധുബാലയുടെ പിന്തുണയുമായിരിക്കാം കാവ്യരചനാ വഴികളിലേക്ക് നിരഞ്ജനയെ നയിച്ചത്. നിരഞ്ജനയുടെ ഏക സഹോദരി RK നിവേദിത ചായൂത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4ാം തരം വിദ്യാർത്ഥിനിയാണ്. കവിതാരചനയുടെ വഴിയല്ല നിവേദിത തിരഞ്ഞെടുത്തത്, ചിത്രകലയുടെ മേഖലയാണ്. ഈ കൊച്ചുമിടുക്കി ഇപ്പോൾ തന്നെ ധാരാളം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. തന്റെ പ്രായത്തിലുള്ള മറ്റേതൊരു കൗമാരക്കാരിയെയും പോലെ മോഹങ്ങളും സ്വപ്നങ്ങളും വ്യാകുലതകളും ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെയുള്ള ഒരു വിദ്യാർത്ഥിനി. പക്ഷേ ഇവളിൽ മറ്റു കൂട്ടുകാരികളിൽ നിന്നും വ്യത്യസ്തമായി കവിതയുടെ മുകുളങ്ങളുണ്ട്. അത് തളിർത്ത് വളർന്ന് പുഷ്പിച്ച് മലയാള കാവ്യാരാമത്തിലെ
പാരിജാതമായി ശോഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ കവിതകൾ ഒരു പെൺകൈ കൊണ്ട് എഴുതിയതാണ്. അവൾ എന്ന സർവനാമം മിക്കവാറും എല്ലാ കവിതകളിലും കടന്നു വരുന്നുണ്ട്. അവൾ കാണുന്ന ജീവിതത്തിന്റെ, കാലത്തിന്റെ ചിത്രശാലയാണ്, ചിന്താശിബിരമാണ്. നിരഞ്ജനയുടെ ആദ്യ സമാഹാരത്തിലേതടക്കം എഴുതിയ മിക്ക കവിതകളും പെൺവാഴ്വിന്റെ ഭൂതവർത്തമാനങ്ങൾ ഉൾക്കരുത്തുള്ള വാങ്മയങ്ങളായി ഈ കവിതകളിൽ നിറയുന്നു. ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരം മഴക്കിനാവാണ്. ഇതിന്റെ പ്രസിദ്ധീകരണം നമുക്കറിയാം, DYFI നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് ഈ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരുപാട് കുട്ടികളുടെ ഇങ്ങനെയുള്ള കവിതകൾ വന്നപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത വ്യക്തിത്വമാണ് നിരഞ്ജനയുടെ കവിതകൾ. എന്തായിരുന്നു ഈ പുസ്തകം? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റി, DYFI ബ്ലോക്ക് കമ്മിറ്റിയാണ് എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കവിതാ സമാഹാരം പുറത്തിറക്കുക എന്നുള്ളത്. അപ്പൊ അത് DYFI സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. ഒരു ഏറ്റവും ശക്തമായ ഒരു യുവജന പ്രസ്ഥാനം തന്നെ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങുക, അവര് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരുപാട് ഗുണമുണ്ട്, ഒരുപാട് ഒരു സപ്പോർട്ടാണ് അല്ലേ? ശരിക്കും അതൊരു ആരായിരുന്നു പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്? കയ്യൂരിന്റെ കഥ പറഞ്ഞ കഥാകാരൻ, അബ്രവാളികളിൽ കഥ പറഞ്ഞ കഥാകാരൻ അല്ലേ? മീനമാസത്തിലെ സൂര്യൻ. എന്തായിരുന്നു അന്ന് പരിചയപ്പെട്ടപ്പോ ലെനിൻ സാറ് അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ രാജഗോപാലൻ മാഷാണ് അവതാരിക. മാഷ് നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലേ? എന്തായിരുന്നു മാഷുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും? ഈ കവിതകളെ വിലയിരുത്തിയതും ഈ കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് സമാഹാരമാക്കി ഇറക്കണമെന്ന് നിർദ്ദേശിച്ചതൊക്കെ EP മാഷാണ്. മാഷ് എന്താ പറഞ്ഞത്? മാഷ് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. കാരണം അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങളും മുന്നോട്ട് വരികയും ചെയ്തു. ഗദ്യത്തിൽ മാത്രമല്ല പദ്യത്തിലും എഴുതണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നെ ഒരുപാട് ONVയുടെയും സുഗതകുമാരിയും ഒക്കെ കവിതകൾ വായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതെനിക്കും പറയാനുണ്ട്. ഗദ്യത്തിലാണ് കൂടുതലും നിരഞ്ജന എഴുതിയിട്ടുള്ളത്. പദ്യത്തിലും കൂടി എഴുതാൻ പറ്റും. ഗദ്യത്തിന് ഒരു താളമുണ്ട് കൃത്യമായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ശ്രമിച്ചാൽ പദ്യത്തിലും എഴുതാൻ പറ്റും. ഇന്ന് കവിതകൾ വിനേന്ദ്ര മാഷുമായി സംസാരിക്കുമ്പോൾ വിനേന്ദ്ര മാഷ് എപ്പോഴും പറയാറുണ്ട്, കവിത ഈണത്തിൽ താളത്തിൽ ചൊല്ലി പ്രേക്ഷകരോട് സംവദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, ആ ഒരു സുഖം നമ്മൾ ഇപ്പോഴും പഴയ തലമുറക്കൊക്കെ അങ്ങനെയുള്ള കവിതകളായി ഉൾക്കൊള്ളാൻ അവരിഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പക്ഷെ ഗദ്യത്തിന് കൃത്യമായിട്ടൊരു ഭാഷയുണ്ട്, വളരെ ശക്തമായി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളൊരു സുഖം ഗദ്യത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഗദ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് പറയാനുള്ള ആശയങ്ങളെ വളരെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഗദ്യത്തിന് പറ്റും. എങ്കിലും പദ്യത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് എഴുതിയിരുന്നതൊക്കെ പദ്യത്തിലുള്ളതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വായിച്ചിരുന്ന കവിതകളും ഒക്കെ അത്തരത്തിലുള്ളതായിരുന്നു. അന്ന് CP പള്ളിപ്പുറത്തിന്റെ ചെറിയ ചെറിയ കുട്ടി കവിതകളായിരുന്നു അന്ന് വായിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ പദ്യത്തില് എഴുതാൻ തുടങ്ങുകയും പിന്നീട് മറ്റ് കവിതാ സമാഹാരങ്ങളിലേക്ക് കടന്നപ്പോൾ ഗദ്യത്തിലേക്ക് എഴുതാൻ തുടങ്ങി. പുതിയ ആധുനിക കവികളെയൊക്കെ പരിചയപ്പെടുകയും അവരുടെ കവിതകളൊക്കെ വായിക്കുകയും ചെയ്യുമ്പോൾ ഇതിനാണ് കുറച്ച്, ഈ ഭാഷയ്ക്കാണ് കുറച്ചുകൂടി കരുത്തെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ അതിലേക്ക് മാറി. അതുകൊണ്ട് വീണ്ടും പഴയതിലേക്ക് പോയി കൂടായില്ല. ഇടയ്ക്ക് അങ്ങനെയുള്ള കവിതകൾ എഴുതാം. അത് ഒരു നമ്മുടെ കാവ്യ പാരമ്പര്യത്തിന്റെ ഒരു സ്രോതസ്സാണല്ലോ അല്ലെ? അത് തീർച്ചയായിട്ടും മാഷ് പറഞ്ഞത് നല്ല കാര്യമാണ്. അതിൽ ശ്രദ്ധിക്കുക. അടുത്ത സമാഹാരം എപ്പോഴും വായനക്കാർക്ക് കിട്ടും? വൈകാതെ കിട്ടും, പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇതുപോലെ ആരെങ്കിലുമായിട്ട് മുൻകൈ എടുത്ത് മുന്നോട്ട് വരട്ടെ. നിരഞ്ജനയുടെ അടുത്ത സമാഹാരത്തിന് നമുക്ക് വായനക്കാർക്ക് കാത്തിരിക്കാം. +2 ആണ് ഈ വർഷം. +1 ഒരു വർഷം കൂടി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. അത് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഭാവിയെ പറ്റി പഠനം ഏത് രീതിയിൽ തുടരാനാണ് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ട പ്രായം. എഞ്ചിനീയർമാരാവാനും ഡോക്ടർമാരാവാനും ഒക്കെ ഇങ്ങനെ തിരക്ക് കൂട്ടുന്ന ഹയർ സെക്കൻഡറി സഹപാഠികളുടെ കൂടെയാണ് നിരഞ്ജനയും പഠിക്കുന്നത്. തീർച്ചയായിട്ടും എഴുത്തും വായനയും നിർത്താൻ ഉദ്ദേശമില്ല. +2 കഴിഞ്ഞ ശേഷം ജേർണലിസം പഠിക്കണം എന്നാണ് ആഗ്രഹം. പത്രപ്രവർത്തനത്തിലേക്ക് തിരിയാൻ ആഗ്രഹമുണ്ട്. നല്ല കാര്യം, നല്ല തീരുമാനം. കാരണം ഒരുപാട് സാധ്യതകൾ ഒരു മേഖലയാണ്. പെൺകുട്ടികൾ അധികം കടന്നു വരാത്ത മേഖലയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങളുള്ള, ദൃശ്യമാധ്യമങ്ങളുള്ള സംസ്ഥാനം ഒരുപക്ഷെ ഈ കൊച്ചു കേരളമായിരുന്നു. അതിനൊക്കെ കാഴ്ചക്കാരുണ്ട്. വളരെ ധീരമായ ഒരു തീരുമാനമാണ് അത്. ഒരുപാട് പെൺകുട്ടിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ ഒരു മേഖലയിൽ കടന്നു വരും ചെയ്യും. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പക്ഷെ എങ്കിലും അതിനെ വളരെ ധീരമായി കാണാനും അതിനോട് സമീപിക്കാനുമുള്ള ഒരു താല്പര്യം എടുക്കുക എന്ന് തന്നെ അഭിനന്ദന അർഹമായ കാര്യമാണ്. അത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത് തന്നെ. ഒപ്പം കാവ്യരചനയുടെ വഴികളിൽ നിന്ന്
വിട്ടുപോവാതെ മുന്നോട്ട് പോകാം. നിരഞ്ജനയ്ക്ക് കഴിയട്ടെ. അപ്പോൾ നമ്മളെ കുറച്ച് സമയം സീനെറ്റിന്റെ പ്രേക്ഷകരുമായിട്ടും ഈ ചെറിയ അഭിമുഖത്തിലൂടെ കുറേ കാര്യങ്ങൾ നിരഞ്ജന എന്ന കൊച്ചുമിടുക്കിയുടെ പ്രതിഭയുടെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവച്ചു. നിരഞ്ജനയെ ഇതുവരെയും പ്രോത്സാഹിപ്പിച്ച, ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ട സീനെറ്റിന്റെ പ്രേക്ഷകരോടും ഒപ്പം കാവ്യാസ്വാദകരോടും എന്താ പറയാനുള്ളത്? എന്നെ ഇതുവരെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട്. സീനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ആശംസകൾ. നിഷ്കളങ്കയായ പെൺകുട്ടി, ഓടിയൊളിക്കാൻ ശ്രമിക്കരുത്. ഞങ്ങളുടെ കഴുകൻ കണ്ണുകൾ നിനക്ക് പിന്നാലെയുണ്ടാവും. ഇന്റർനെറ്റിന്റെ മാസ്മരവിദ്യകളും ഇരയെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മൊബൈലുകളും നിന്നെ ഞങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ മരണത്തിന്റെ വെബ്സൈറ്റിൽ വയലറ്റ് പൂക്കൾക്കിടയിൽ നിന്റെ ജാതകവും കുറിക്കപ്പെടും. ആസുരകാലത്തിന്റെ നേർക്കാഴ്ചകളെ നിരഞ്ജന ഇങ്ങനെ കുറിച്ചിടുമ്പോൾ അക്ഷരം അവൾക്കൊരായുധമാവുകയാണ്. കവിത ഒരു കലാപമാണ്, വാക്കുകൾ കൊണ്ടുള്ള കലാപം. ഈ ഇരുൾക്കാലത്ത് നിരഞ്ജന തന്റെ കവിതകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാപത്തിന് തുടർച്ചയുണ്ടാവട്ടെ. നിരഞ്ജനയുടെ കവിത സ്കൂളിന്റെയും കുടുംബത്തിന്റെയും സംരക്ഷിത നിയമങ്ങൾക്കൊത്ത രചനയല്ല. ഈ പെൺകുട്ടി ഇളവില്ലാതെ ലോകത്തെ നിരൂപിക്കുന്നു. ലോലലോലമായ പൈങ്കിളി വാക്കുകളും അവയിലൂടെ വെളിവാകുന്ന ഭദ്രതാ സങ്കല്പങ്ങളും നിരഞ്ജനയ്ക്ക് നിരസിക്കേണ്ടി വരുന്നു. ആദ്യസമാഹാരത്തിലെ അവസാന പരീക്ഷ എന്ന ആദ്യ കവിതയിൽ തന്നെ സ്കൂൾ വിമർശന വിധേയമാവുന്നു. ഇത് ശ്രദ്ധേയമാണ്. മഴക്കിനാവ് എന്ന സമാഹാരത്തിന് അവതാരിക കുറിച്ച് EP രാജഗോപാലൻ മാഷ് എഴുതിയ ഈ വാക്കുകൾ എത്ര അർത്ഥപൂർണമാണെന്ന് ഈ കുട്ടിയുടെ കാവ്യ മനസ്സ് വായിക്കുമ്പോൾ ആർക്കും ബോധ്യമാകുന്ന വസ്തുതയാണ്. നല്ല കവിതകൾക്കായി ഉണർന്നു കഴിഞ്ഞ മനസ്സ് ഈ പെൺകുട്ടിക്കുണ്ട്. ആ മനസ്സ് കൂടുതൽ സങ്കടങ്ങളെയും സംഘർഷങ്ങളെയും കണ്ടറിഞ്ഞ് പുതിയ ജീവിത പാഠങ്ങളായ കവിതകൾക്ക് ഉറവയായി തീരും എന്നുറപ്പ്. കവിതയുടെ ദൗത്യമെന്ത് എന്ന് എങ്ങനെയെല്ലാമോ തിരിച്ചറിയാൻ തുടങ്ങിയ നിരഞ്ജനയ്ക്ക് ആ സുഖകരമായ ശീലം അവസാനിപ്പിക്കാൻ കഴിയാതിരിക്കട്ടെ എന്ന രാജഗോപാലൻ മാഷുടെ ആശംസാവചനം നമുക്കും ആവർത്തിക്കാം. കാവ്യസൗഹൃദത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു പ്രതിഭയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.